ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശനിയാഴ്ച റമദാൻ 7 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പണി തുടങ്ങി കേട്ടോ. ഏകദേശം 3:30 ആയ സമയത്ത് ഞാൻ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഴംപൊരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഏലക്ക, പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ടാക്കണം എന്ന് കുറേ ദിവസമായിട്ട് ഇക്ക പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലീവുള്ള ദിവസങ്ങളിൽ പത്തിരി ഉണ്ടാക്കലൊക്കെ നടക്കുള്ളൂ. കാരണം ഏകദേശം 5 മണിയൊക്കെ കഴിയും നമ്മുടെ ജോലി കഴിയാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. അതിനുള്ളിൽ പത്തിരിയൊക്കെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ പ്രസ്സിൽ നൈസ് പത്തിരിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ 2.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ മാവൊന്ന് ജസ്റ്റ് ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. നോമ്പ് തുടങ്ങിയാൽ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഒന്നാണ് ഫ്രൂട്ട് സലാഡ്. അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസ്, മിൻറ്റ് ലൈം. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതാണ്. ബാക്കിയുള്ള സാധനങ്ങളിലാണ് കുറച്ച് മാറ്റങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഫ്രൂട്ട് സലാഡിലേക്ക് ഞാൻ 2 പഴം, 1 ആപ്പിൾ, 1 അനാറ്, പിന്നെ പപ്പായയുടെ പകുതി, പിന്നെ കുറച്ച് ഡേറ്റ്സും നട്ട്സുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്യുന്നില്ല, ആ സമയത്ത് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അടുത്ത സ്ഥിരം ഐറ്റമാണ് വാട്ടർമെലൺ ജ്യൂസ്. അപ്പോൾ പാലിലാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്നത്. പാല് കാച്ചി ആറാൻ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നിട്ട് കറക്കും, അത്രയേ ഉള്ളൂ. ഓൾറെഡി തണ്ണിമത്തൻ്റെ മധുരം ഉണ്ടാവും. അപ്പോൾ ഇനിയും കുറച്ചുകൂടി മധുരം വേണം എന്നുള്ളവർക്ക് 1-2 സ്പൂണോ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഷുഗർ ആഡ് ചെയ്യാത്തത് ഞാനൊരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചതാണ്, ഉമ്മാക്കാണ്. ബാക്കിയുള്ളതിൽ ഞാൻ ഷുഗർ ഇട്ടിട്ടാണ് കേട്ടോ അടിക്കാറ്. അങ്ങനെ അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മിൻറ്റ് ലൈം ഞാൻ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി പത്തിരിൻ്റെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു മണിക്കൂർ അതിനായിട്ട് പോവും. അപ്പോൾ ഞാൻ അതിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതാണ്. ഞാനിതുപോലെ പ്രസ്സിലാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കാറ്. ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ച് ചെറിയ പത്തിരി ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ മോളെൻ്റെ അടുത്തുണ്ടായിരുന്നു. അവൾക്കും ഇതുപോലെ ബോളാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു പത്തിരി ആയതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ടൊന്നും പത്തിരി ഉണ്ടാക്കാറില്ല, ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലാണ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഇന്നത്തേക്ക് ആവശ്യം വരില്ല, ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിറ്റേ ദിവസം കഴിക്കുന്ന ടൈമിൽ എടുത്ത് ചുടും. പിന്നെ ഞാൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത് ഞാൻ പെപ്പർ ഹട്ട് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി വേണ്ടവർ ആ ഒരു ചാനൽ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഇക്കാക്ക് കുറേ ദിവസമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അതാണ് എന്തായാലും പഴംപൊരി ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ മിൻറ്റ് ലൈം ഞാനെടുത്ത് ജഗ്ഗിലൊഴിച്ചു. അപ്പോൾ ഇക്കാക്ക് കടയിൽ കിട്ടുന്നതിനേക്കാളും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പഴംപൊരികളാണ് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പത്തിരി ഞാൻ ആ സമയത്ത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്കായിട്ട്. പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് കുറേ വൈകിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പോൾ ആ സമയത്ത് ചൂടാമെന്ന് വിചാരിച്ചു. ഈ ഫ്രൂട്ട് സലാഡും ജ്യൂസും ഒക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ വയറ് നല്ലോണം നിറയും. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും നമ്മുടെ ചിക്കൻ കറി മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് ഞാൻ തേങ്ങ ചിരവി അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കഴുകി വെച്ചു. അപ്പോൾ കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പത്തിരിക്ക് നല്ല ആപ്റ്റ് കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ പെപ്പർ ഹട്ട് എന്നുള്ള ചാനലൊന്ന് നോക്കിയാൽ മതി. നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലാക്കി വെച്ചു. ഒന്ന് ഇപ്പോൾ കഴിക്കാനായിട്ടും പിന്നെ അത്താഴത്തിന് ഇക്കാക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള ഈസി റെസിപ്പീസ് ബൈ സഹല കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.